ഇവളെ പേടിച്ചാരും നേർവഴി നടപ്പില്ല, ഈ വഴി നടപ്പില്ല, ഇങ്ങനെ ഒരു തലത്തിലേക്കാണ് ഒരു സ്വാമിജി പറഞ്ഞ ഈ കാരുണ്യവും വാത്സല്യവും ഒക്കെ സഹജമാവേണ്ട സ്ത്രീ രാക്ഷസിയായി മാറുന്നു. അതാണ് താടകയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. എന്തായിരുന്നു താടക? ആരായിരുന്നു താടക? എങ്ങനെയാണ് ഇങ്ങനെ ഒരു തൻ്റെ സ്ത്രൈണഭാവം വിട്ട് പെരുമാറാനുള്ള സാഹചര്യം എന്തായിരുന്നു? രാമായണത്തിലൂടെ ഈ താടകാവധം എന്ന സന്ദർഭത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കിത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോ ഇവർ അയോധ്യയിൽ നിന്നും എവിടേക്കാണ് പോകുന്നത്? വിശ്വാമിത്രന്റെ യാഗരക്ഷയ്ക്ക്. അത് എവിടെയായിരിക്കണം? അത് മിഥിലേക്ക് പോകുന്ന വഴി, വിദേഹത്തിലേക്ക് പോകുന്ന വഴി. ഇതും കടന്ന് ഗംഗയും കടന്നിട്ട് വേണം ചെല്ല. ഫരയും കിടക്കണം, ഗംഗയും കിടക്കണം. ഈ ഫരയുവിൻ്റെ അക്കരയാണ് ഇപ്പോൾ അവർ. അവിടെ എത്തിയപ്പം ഇതുപോലെ ഇത് ആരുടെ വനമാണെന്ന് ചോദിച്ചു. കാരണം കൗതുകം കൊണ്ട് ചോദിച്ചാൽ അത്ര ഗംഭീരമായ വനം കണ്ടിട്ടേ ഇല്ല ഇതുവരെ. അപ്പം വിശ്വാമിത്രൻ പറയും, ഇന്ന് കഥയുണ്ട്, കേട്ടോളൂ. ഇത് ഒരു പണ്ട് ബ്രഹ്മഹത്യാ പാപം തീർക്കാനായിട്ട് ഇന്ദ്രൻ തൻ്റെ രണ്ടാമത്തെ വിശ്വരൂപനെ, ആദ്യത്തെ കഴിഞ്ഞു, രണ്ടാമത്തെ വിശ്വരൂപനെ കഴുത്തും വെട്ടിക്കളഞ്ഞല്ലോ. അത് ആ പാപം തീർക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ബ്രഹ്മഹത്യാപാപം ആദ്യത്തെ 4 പേരിൽ കൊടുത്തൊക്കെ തീർത്തു. ഇനി ഇത് ആരിൽ കൊടുക്കും എന്ന് വിചാരിച്ചത് അദ്ദേഹം വന്ന് ഈ ഈ വനപ്രദേശം അന്നൊരു പരിഹാര സ്ഥലമാണ്. അതിന് ഇന്നത്തെ മലയാള ഭാഷയിൽ പരിയാരം എന്ന് പറയും. നമുക്ക് ഓരോ നാടുകളിലെയും അന്തിമ കാലഘട്ടത്തിൽ അതിൻ്റെ പരിഹാര സ്ഥലങ്ങളുണ്ട്. എന്നുവെച്ചാൽ അവിടുത്തെ മാലിന്യങ്ങളോ ദുഷ്ടതകളോ അല്ലെങ്കിൽ അവിടെ മരിച്ച മൃഗങ്ങളെയൊക്കെ ഇടാൻ വേണ്ടിയുള്ളൊരു സ്ഥലം. അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് പരിഹാരം എന്നാണ് പേര്. ഉണ്ട് ഒത്തിരി ഗ്രാമങ്ങളോട് ചേർന്ന് പരിഹാരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിഹാര സ്ഥലമാണ്. പരിഹാരം വെച്ചാൽ പരിഹാര സ്ഥലം. ഈ പരിഹാര സ്ഥലമാണ് ഇവിടം. ഇന്ദ്രൻ ഇവിടെ വന്ന് യജ്ഞങ്ങൾ ചെയ്തിട്ട് തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ബ്രഹ്മഹത്യാ പാപത്തെ ഇവിടെ കഴുകി കളഞ്ഞു. അതുകൊണ്ട് ഇതിന് മലദം എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. മലദം എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര്. കാരണം ഈ മാലിന്യം ഇവിടെ ദാനം ചെയ്ത സ്ഥലമാണ് ഇവിടം. ഇത് ഒരു യക്ഷരാജാവിൻ്റെ കേന്ദ്രത്തിൽ വരുന്നതാണ്. ഒരു യക്ഷൻ്റെ ഒരു രാജ്യമാണ് ഇവിടം. സുന്ദൻ എന്നൊരു യക്ഷൻ്റെ. ആ യക്ഷൻ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സുന്ദന് പുത്രന്മാരാരും ഉണ്ടായില്ല. അദ്ദേഹം കുറേ കാലം അനപത്യ ദുഃഖം കൊണ്ട് സങ്കടപ്പെട്ടിട്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്തു. ചെയ്ത് ആഗ്രഹം പറഞ്ഞു, എനിക്കൊരു സന്തതി ഉണ്ടാവണം, ആവട്ടെ എന്ന് പറഞ്ഞ് ഒരു പുത്രിയെ സംഭാവന ചെയ്തു. വളരെ സുന്ദരിയായൊരു പുത്രിയാണ്. അവൾക്ക് പക്ഷേ ബ്രഹ്മാവ് കൊടുത്തപ്പോൾ തന്നെ 10,000 ആനയുടെ കരുത്തുണ്ട്. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ അങ്ങനെയാണ് വന്നത്. 10,000 ആനയെ ഒന്നിച്ച് കൊണ്ടു നടക്കാനുള്ള കരുത്തുള്ള ശക്തിമത്തായ ഒരു സ്ത്രീയാണ്, ഒരു മകളെയാണ് സംഭാവന ചെയ്തത്. അതെ അതെ അതെ, അങ്ങനെ ഒരു മകളെയാണ് സംഭാവന ചെയ്തത്. അവൾ അവിടെയൊക്കെ വിഹരിച്ച് നടന്ന് തൻ്റെ ഈ കരുത്ത് ആരോടൊന്ന് ചിലവാക്കുമെന്ന് വിചാരിച്ചു. ഒരാളെയും കാണുന്നില്ല. നടന്നു നോക്കിയപ്പോൾ അഗസ്ത്യ മഹർഷി വന്നു. ഇത് പറ്റിയെന്ന് വെച്ചാൽ അദ്ദേഹത്തോട് ഏറ്റുമുട്ടി. അദ്ദേഹം ശപിച്ചു, നീ ആരായി പോകട്ടെ, ഒരു രാക്ഷസിയായി പോകട്ടെ എന്ന് ശപിച്ചു. അന്ന് മുതൽ താടക എന്ന പേരിൽ രാക്ഷസിയാണ്. ഈ വനത്തിന് പേര് താടകാവനം. അവള് വിഹരിക്കാൻ അവൾക്ക് അങ്ങ് വിട്ടുകൊടുത്തു. എല്ലാവരും പോയി. മഹർഷിമാരും ബാക്കി വന്നവരായി. ഇനി അവൾ ആരും കയറില്ല. അതൊരു പരിഹാരമായിട്ട് തന്നെ ആയിട്ട് നിലനിന്ന സ്ഥലമാണ്. എന്നിട്ട് ഇതാണ്. അതുകൊണ്ട് രാമ നോക്കൂ, ഇവൾ ഇവിടെ വിഹരിക്കുന്നുണ്ട്. ഇവളെ എങ്ങനെയെങ്കിലും നിഗ്രഹിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. നമ്മുടെ ധർമ്മമാണത്. ഒരു ഞാണൊലി ഇട്ട് നോക്കൂ, അപ്പം കാണാം. ശബ്ദം കേൾക്കുമ്പോൾ അവൾ വരും. അങ്ങനെ ഇദ്ദേഹത്തെ കൊണ്ട് വില്ലു കുലച്ച് ഒരു വലിച്ചൊരു ഞാണൊലി കേൾപ്പിച്ചു. ഈ ശബ്ദം കേൾപ്പോൾ താടക ചാടി എഴുന്നേറ്റ് വരുന്നു. ഇതാരാണ് ഇവിടെ? ഇതുവരെ അമ്പും വില്ലിൻ്റെ ശബ്ദം ഇവിടെ കേട്ടിട്ടില്ല. ഞാനല്ലാണ്ട് ഇവിടെ മറ്റൊരാളില്ല. അങ്ങനെയുള്ള ഈ സ്ഥലത്ത് ഇത് ആരാണ് ഈ വന്നു കൂടിയെന്ന് ചോദിച്ചാൽ അവൾ വളരെയധികം കോപിഷ്ഠയായിട്ട് ആഞ്ഞെടുത്തു താടകയെ അതേ സ്വരൂപത്തോടുകൂടി. അപ്പോൾ രാമന് ഒന്ന് അമ്പരിൽ നിന്നു. വിശ്വാമിത്രനെ പേടിക്കേണ്ട രാമ, അമ്പയച്ചോളൂ, അവളെ നിഗ്രഹിച്ചോളൂ. അപ്പോഴാണ് രാമൻ പറഞ്ഞത്, ഇതെൻ്റെ ആദ്യത്തെ പോരാട്ടമാണ്, യുദ്ധമാണ്. ഇതുവരെ ഞാൻ ആയുധം അങ്ങനെ പ്രയോഗിച്ചിട്ടില്ല. എനിക്കൊരു ഭയമാണ്, ആശങ്കയാണ്. അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല, ഞാനുണ്ട് കൂടെ, ധൈര്യമായിട്ട് കൊന്നുകൊള്ളൂ. അപ്പോഴാണ് പറഞ്ഞേ, ഞാൻ പഠിച്ച ശാസ്ത്രം അനുസരിച്ച് സ്ത്രീവധം പാടില്ല. അങ്ങനെയാണ് സ്ത്രീയെ എങ്ങനെ കൊല്ലാൻ പറ്റും? ആദ്യം ഞാൻ സ്ത്രീയെ കൊല്ലാൻ പുറപ്പെട്ടത് അതുകൊണ്ട് ഇതിൽ നിന്ന് തന്നെ അല്ലല്ല, കാരണം ഇവൾ സ്ത്രീയല്ല എന്നപ്പോൾ പറയുന്നുണ്ട്. കാരണം ബാഹ്യരൂപത്തിൽ സ്ത്രീയാണെന്നുള്ളൂ, ആന്തരരൂപം സ്ത്രീയല്ല. തന്നെയല്ല, അങ്ങയെ സംബന്ധിച്ച് രാജധർമ്മമാണ് വലുത്.
സ്ത്രീധർമ്മം അതിൻ്റെ താഴെയാണ്. ഈ ധർമാധർമ്മങ്ങളിൽ സംശയം ധർമാധർമ്മ ഉണ്ടാകുമ്പോൾ വിവേചത്തിൽ സംശയം വരുമ്പോൾ ആത്യന്തികമായ ധർമ്മം എന്താണ് നോക്കണം. രാജധർമ്മത്തിൽ രാജാവായി നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ ബാക്കിയൊക്കെ താഴേക്ക് വരുള്ളൂ. അതിനെ തള്ളിക്കളയാം. അതിനെ തള്ളിക്കളയാം. തന്നെയല്ല, രാജാവിനെ സംബന്ധിച്ച് ഒരാളെ ശിക്ഷിക്കേണ്ട വന്നാൽ സ്ത്രീയാണെന്ന് കരുതി ശിക്ഷിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിനൊക്കെ ഒരു പാപമാണ് ചെയ്തതെങ്കിൽ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആരാണെങ്കിലും ശിക്ഷാർഹരാണ്. അവിടെ ഇത് നോക്കാൻ പറ്റത്തില്ല. പിന്നെ സ്ത്രീ ആണെങ്കിൽ ശിക്ഷയ്ക്കൊരു തോത് വേണേൽ കുറയ്ക്കാം എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്ത്രീകൾ ധാരാളം അഴിഞ്ഞാട്ടം നടക്കുമായിരുന്നല്ലോ. അത് പറ്റില്ല. അതുകൊണ്ട് രാജധർമ്മത്തിൻ്റെ വിധിയിൽ രാജാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ്, രാജധർമ്മമാണ്. അതിനുവേണ്ടി ദുഷ്ടന്മാരാരായാലും അനാവശ്യമായി ഭൂമിയിൽ വിഹരിക്കുന്നവരൊക്കെ നിഗ്രഹിക്കുന്ന രാജധർമ്മമാണ്. അതാണ് പ്രധാനം. കൊണ്ട് നിഗ്രഹിച്ചോളൂ. രാമനും ലക്ഷ്മണനായിട്ട് രഹസ്യ സംഭാഷണം ഇല്ല നടന്നു. എന്നിട്ട് ലക്ഷ്മണ, ഞാൻ അവളുടെ മൂക്കും ചെവിയും മാത്രം മുറിച്ചു വിടാം, അതെ, ബാക്കി പോട്ടെ. കാരണം അത്രയും ഒരു ഇളവ് ചെയ്ത് അവളെ കൊല്ലണ്ട, എനിക്കത് പറ്റുന്നില്ല എന്ന് ഇവരെ ആലോചന നടന്നു. ഇത് വിശ്വാമിത്രൻ കേട്ടു. നോക്കൂ, ഊനഷോഡശ വർഷ, ചെറിയ കുട്ടിയാണ്, 16 വയസ്സേ. അപ്പൊ ഇത് നമുക്ക് ഛേദിച്ച് വിടാം, അപ്പൊ വലിയ പാപത്തിന് ഒഴിവാകുമല്ലോ, അവളങ്ങ് പൊക്കോളുമല്ലോ, കൊല്ലുന്നില്ലല്ലോ. അപ്പം വിശ്വാമിത്രൻ പറഞ്ഞു, ഒരിക്കലും ചെയ്യരുത്. അവൾ ഇതിനേക്കാൾ 1000 ആനയുടെ കരുത്തോടെ വീണ്ടും തിരിച്ചു വരും. അംഗവിച്ഛേദം കൊണ്ടൊന്നും ഇവിടെ നിഗ്രഹിക്കാനാവില്ല. അമ്പ ഇത് കൊല്ലുക തന്നെ ചെയ്യണം. അതിനൊട്ടും ആശങ്കിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇവർ തമ്മിൽ കുറേ സമയം ഒരു യുദ്ധ കോലാഹലം നടന്നു. നേരം സന്ധ്യ ആവാറായപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, കൊല്ലൂ രാമ, എത്രയും വേഗം. സന്ധ്യയായാൽ രാക്ഷസിമാർക്കും ബലം കൂടും. നിശാചരന്മാർ അവർ അവരുടെ നേരമാണ് പിന്നെ സന്ധ്യ. അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് നാമം ചൊല്ലാൻ പറയുന്നത്. കാരണം ഇവരുടെ വിഹാര കേന്ദ്രമാണ്. ഈ ഉപദ്രവം ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നാമം ഉറക്ക നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ടിരുന്നാൽ ഇവരുടെ ഒരു ശല്യം നമുക്ക് അദൃഷ്ടരൂപികളാണ്. ചില രോഗാണുക്കളെ പുറകെ ഇങ്ങനെ നടക്കുകയുള്ളൂ. ഇതൊന്നും നമ്മളെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സന്ധ്യാസമയത്ത് നാമം. അപ്പോൾ സന്ധ്യയ്ക്ക് ഇവർക്ക് ബലം കൂടും, നേരത്തെ ഉള്ളതിന് ഇരട്ടി ബലമാവും. പിന്നെ ഇവളെ നിഗ്രഹിക്കാൻ ആര് വിചാരിച്ചാലും പറ്റില്ല രാമ. അതുകൊണ്ട് സന്ധ്യയ്ക്കുമ്പോൾ എത്രയും വേഗം കൊന്നോളൂ എന്ന് ഇദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടിട്ടാണ് നിർദ്ദയമായും അമ്പയച്ചിട്ട് അവിടെ താടകയെ നിഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരു വലിയ പശ്ചാത്തലം ഈ താടകവധത്തിലുണ്ട്. അത് നമുക്ക് നിരൂപണം ചെയ്യുമ്പോൾ വളരെ യുക്തിസഹമായ ഒരു ചിന്തയാണ്. എന്തുകൊണ്ടാണ്, എന്താണ്. അപ്പം ഇതൊരു തെറ്റല്ല. അതുകൊണ്ട് സ്ത്രീഹത്യ ധർമ്മമാണ്. ധർമ്മമാണോ അല്ലയോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അധർമ്മമല്ല അത്. കാരണം മറ്റുള്ള ധർമ്മത്തെക്കാൾ ഏറ്റവും വലുത് രാജാവിൻ്റെ നടപടിയാണ്, രാജധർമ്മമാണ്, ശിക്ഷയാണ്. ബാക്കിയൊക്കെ ശിക്ഷയിൽ വരുന്ന ഉപവിഭാഗങ്ങളാണ് ബാക്കിയെല്ലാം. അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ അധർമ്മമാവുകയുള്ളൂ. ഇത് അധർമ്മമല്ല, സ്ത്രീഹത്യ ധർമ്മമാണ്. അത് നാടിനും രാജ്യത്തിനും ആവശ്യമാണ്. സന്ധ്യയ്ക്കുമ്പോൾ താടകയെ നിഗ്രഹിച്ചു. അന്ന് രാത്രി അവിടെ കിടന്നു.